അനന്തനും നന്ദിതയും വന്ന് വിളിക്കുമ്പോൾ മിത്ര അവരുടെ കൂടെ പോകുമോ ഇല്ലേ എന്നതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. എല്ലാവരും കൂടെ വന്ന് വിളിക്കുമ്പോൾ മിത്ര വരും വരില്ല രണ്ടും പറയാതെ രാജശ്രീയെയും അച്യുതനെയും ഞെട്ടിക്കുന്നത് പോലെ വേറൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ഇത് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഗസ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഈ കൃഷ്ണമംഗലത്ത് ഈ മിത്രയെ കൂട്ടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ രാഹുകാലമൊക്കെ നോക്കി നാളെ രാവിലെ പോവാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ് ഇവര്. അപ്പൊ അതിനിടയ്ക്ക് ഈ ഇന്ദിരാമ ഉണ്ടല്ലോ, ഇന്ദിരാമ പതുക്കെ ആ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ട് ഇവിടെ നടക്കുന്ന ഈ ചർച്ചകളൊക്കെ ഗോമതിയെ അറിയിക്കണമല്ലോ. അപ്പൊ നേരെ ഗോമതിയുടെ വീടിന്റെ ആ മതിലിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഗോമതി എത്തി എത്തി നോക്കുകയാണ്. എന്നിട്ട് ഷു ഷു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗോമതി ആണെങ്കിൽ ഇവിടെ ഈ ആര്യൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് ഗോമതി ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴാണ് അമ്മ അപ്പുറത്തുനിന്ന് വിളിക്കുന്നത് കാണുന്നത്. അങ്ങനെ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വാ എന്ന് പറഞ്ഞ ശേഷം ഗോമതി മതിലിൽ പോയി നിന്ന് അമ്മയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്ദിരാമ്മ പറയാണ്, എൻ്റെ ഗോമതി അവിടെ ആകെ പ്രശ്നമാണ്, അവിടെ എന്തൊക്കെയാ ചർച്ച ചെയ്യുന്നതെന്ന് നിനക്ക് വല്ലതും അറിയോ, അതൊക്കെ പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ, ആണോ ചർച്ചയോ, എന്തിനെ കുറിച്ചാ അമ്മേ? എൻ്റെ മോള് അനുശ്രീയെ എന്തെങ്കിലും ചെയ്യാനുള്ള ചർച്ചയാണോ, ആലോകിനെ എങ്ങനെ ഇറക്കുക എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഗൂഢാലോചനയാണോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, ഓ എല്ലാത്തിൻ്റെ കാരണം അത് തന്നെ, പക്ഷേ ഇപ്പം നടക്കുന്ന ചർച്ച അതിനെക്കുറിച്ചല്ല, ഇപ്പോൾ മിത്രയെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചാണ് അവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, മിത്രയെ കൂട്ടിക്കൊണ്ടുവരെ എങ്ങോട്ട്, അവളുടെ വീട് ഇതല്ലേ എന്നൊക്കെ ഗോമതി പറയുമ്പോൾ, എൻ്റെ ഗോമതി അത് നമുക്കറിയാം, പക്ഷെ അവിടെ പലരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. അച്യുതനും രാജശ്രീയും കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ബാലൻ വന്ന് വിളിച്ചപ്പോൾ അനുശ്രീ ബാലന്റെ കൂടെ പോയില്ലേ, അതേപോലെ അനന്തനും നന്ദിതയ്ക്കും മിത്രയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാലോ എന്നൊക്കെയാണ് രാജശ്രീയും അച്യുതനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് മിത്ര ആര്യന്റെ കൂടെ സന്തോഷമായിട്ടൊന്നുമല്ല, കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്, അതുകൊണ്ട് ആര്യനിൽ നിന്ന് മിത്രയെ അകറ്റി കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെയാ. പക്ഷെ അനന്തനും നന്ദിതയ്ക്കും വേറൊരു അഭിപ്രായമാണ്. മിത്രയുടെ കല്യാണത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പൊ മാറിയല്ലോ, അപ്പൊ പിന്നെ ആര്യനോട് ഇപ്പൊ അവർക്ക് ദേഷ്യമൊക്കെ മാറി, മിത്രയോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ല. അനന്തനും നന്ദിതയും ഒരു വിധത്തില് മിത്രയെയും ആര്യനെയും മകളായും മരുമകനായും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ അവര് മിത്രയെയും ആര്യനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഈ അച്യുതനും രാജശ്രീയും അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല മോളെ എന്നൊക്കെ അമ്മ പറയുമ്പോൾ ഗോമതി ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് കേട്ടോ. അകറ്റാനോ, വിവാഹം എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷെ അതിനുശേഷം അവരൊരിക്കൽ പോലും വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല, അവര് നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്, പിന്നെ എന്തിനാ പെട്ടെന്ന് വന്ന് മിത്രമോളെ ആര്യനിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നത്, അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണകളാ അമ്മേ എന്നൊക്കെ ഗോമതി പറയുമ്പോൾ അമ്മ അതെനിക്കും അറിയാം, പക്ഷെ അച്യുതനും രാജശ്രീക്കും അത് മനസ്സിലാവണ്ടേ. എന്തായാലും 4 പേരും കൂടെ നാളെ രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ട് മിത്രയെ വിളിക്കാൻ, നീ അത് മിത്രമോളോട് ഒന്ന് പറഞ്ഞു വെക്കണം, വരാൻ പറ്റില്ല എന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ ഗോമതി ആ കാര്യം ഞാൻ ഏറ്റു, നാളെ അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരി അമ്മ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പോകുന്നുണ്ട്. അങ്ങനെ ഗോമതി അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നതിന് ശേഷം മീനുനെയും മിത്രയും ആര്യനെയും എല്ലാവരെയും വിളിച്ചിങ്ങനെ പറയാണ് ഗോമതി, നാളെ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോവാണ്, ഇപ്പൊ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ അപ്പച്ചി എന്ന് ചോദിക്കുന്നുണ്ട് മിത്ര. അങ്ങനെ മീനു ചോദിക്കുകയാണ്, എന്ത് പറ്റി അമ്മേ, എന്തെങ്കിലും കേസിന്റെ കാര്യങ്ങളാണോ ചോദിക്കുമ്പോൾ ഗോമതി പറയാണ്, അങ്ങനെയാണ് ഞാനും ആദ്യം വിചാരിച്ചത്, പക്ഷെ ഇത് അതൊന്നും അല്ല, വേറൊരു കാര്യമാണ്, മിത്ര ഇവിടെ സന്തോഷത്തിലല്ല കഴിയുന്നത്, ആര്യന്റെ ഭാര്യയായിട്ട് കഷ്ടപ്പെട്ട് കഴിയാണെന്നൊക്കെ അച്ചുവേട്ടനും രാജശ്രീ ഏട്ടത്തിക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇനി മിത്ര കഷ്ടപ്പെട്ട് ഇവിടെ കഴിയണ്ടെന്ന് പറഞ്ഞ് ആര്യനിൽ നിന്ന് അകറ്റി അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ നാളെ വരുന്നുണ്ട്. നാളെ രാവിലെ അവര് വന്ന് മിത്രമോളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വിളിക്കും. ആ കാര്യമാണ് ഇപ്പൊ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോൾ മീനും മിത്രയൊക്കെ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് മിത്ര പറയാണ്, അതെന്താ അപ്പച്ചി പെട്ടെന്ന് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്നൊക്കെ പറയുമ്പോൾ മീനു പറഞ്ഞു കൊടുക്കണം, എന്റെ മിത്രയെ നിനക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ, അലോക് ജയിലിലാണല്ലോ, അതിന് നമ്മളോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുക. അവിടെ അലോകിന്റെ അച്ഛനും അമ്മയും നിന്നെ ആദ്യം ഇവിടുന്ന് വിളിച്ചിറക്കി കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോകണം, എന്നിട്ട് നിനക്ക് അതും ഇതൊക്കെ പറഞ്ഞു തന്ന് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതിന് ശേഷം ആര്യനെയും നിന്നെയും അകറ്റണം, അതാണ് അവരുടെ പ്രതികാരം, അതൊക്കെ ആയിരിക്കും അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ചെറിയച്ഛനും ഇളയമ്മയും ഓക്കെ, പക്ഷെ അച്ഛനും അമ്മയും അതിന് കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മിത്ര പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, അതേ മോളെ നിന്റെ ഊഹം ശരിയാ, അതും അമ്മ പറഞ്ഞിരുന്നു, അനന്തേട്ടനും നന്ദിതേട്ടത്തിക്കും ആര്യനോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി, ഇപ്പൊ അവർക്ക് ആര്യനോടോ നിന്നോടോ യാതൊരു ദേഷ്യവുമില്ല, അവരെല്ലാം മറന്നു, അങ്ങനെ മകളായും മരുമകനായും അംഗീകരിച്ച് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അനന്തേട്ടനും നന്ദിതേട്ടത്തിയും. അതിനിടയ്ക്ക് കയറിയിട്ടാണ് ഈ അച്ചുവേട്ടനും രാജശ്രീ ഏട്ടത്തിയും കൂടെ മിത്ര അവിടെ സന്തോഷത്തിലല്ല കഴിയുന്നത്, നമ്മൾ അവളെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് പാര വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ മിത്ര ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അയ്യോ ഇനിയിപ്പോൾ നാളെ രാവിലെ അവർ വന്ന് എന്നെ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോമതി പറയാണ്, അതേ മോളെ നാളെ രാവിലെ അവർ വന്ന് നിന്നെ വിളിക്കും, മീനു പറഞ്ഞതുപോലെ അവർക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, എനിക്കും അതാ തോന്നുന്നത്, നാളെ അവരെ വന്ന് വിളിക്കുമ്പോൾ നീ പോവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര ഇങ്ങനെ ആര്യനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യൻ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പോകുന്നത് പോകാത്തതൊക്കെ നിന്റെ ഇഷ്ടം എന്നുള്ളതുപോലെ. അങ്ങനെ മിത്ര ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പച്ചിയോട് പറയാണ്, എൻ്റെ തീരുമാനം ഞാൻ നാളെ രാവിലെ അവർ വന്ന് വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞോളാം അപ്പച്ചി എന്നൊക്കെ പറഞ്ഞ് അവിടെ എണീറ്റ് പോവാണ് കേട്ടോ. അങ്ങനെ മീനുവും ഗോമതിയും സംസാരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും മിത്ര ഇവിടുന്ന് പോവില്ല, അവൾക്ക് നമ്മളെ ഒന്നും വിട്ടു പോകാൻ കഴിയില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മീനു
പറയാണ് അമ്മ വേണമെങ്കിൽ നോക്കിക്കോ, നാളെ അവർ വിളിക്കാൻ വരുമ്പോൾ മിത്ര നല്ല ചുട്ട മറുപടി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നാളെ രാവിലെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവർ വരികയാണ് കേട്ടോ. അങ്ങനെ നന്ദിതയും അനന്തനും വരുന്നുണ്ട് ആദ്യം, പിന്നാലെ രാജശ്രീയും അച്യുതനും വരുന്നുണ്ട്. അങ്ങനെ 4 പേരും കൂടെ വന്ന് മിത്രയെ വിളിക്കുകയാണ്. അങ്ങനെ നീ ഞങ്ങളുടെ കൂടെ വരണം, നീ ഇനി കഷ്ടപ്പെട്ട് ഇവിടെ കഴിയൊന്നും വേണ്ട, ഇഷ്ടമല്ലാത്ത ഒരാളെ ഭർത്താവായിട്ട് സ്വീകരിച്ച് കഴിയണ്ട എന്നൊക്കെ പറയുമ്പോൾ മിത്ര പറയാണ് അതിന് ഞാനിവിടെ കഷ്ടപ്പെട്ട കഴിയുന്നതെന്ന് കൊച്ചച്ഛനോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അച്യുതനും രാജശ്രീയും പറയാണ് മിത്രേ, ഞങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതുവരെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു നിന്നോട് ഞങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിന്റെ കല്യാണത്തിൽ എന്താ നടന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. തെറ്റിദ്ധാരണകളൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നീ ഇവിടെ കഴിയണ്ട, അത് ശരിയല്ല, നീ ഞങ്ങളുടെ കൂടെ വരണം. നീ കണ്ടതല്ലേ അലോകിന്റെ ഭാര്യയായിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അനുശ്രീയെ പെട്ടെന്നൊരു ദിവസം ഇവിടുത്തെ ഗോമതിയുടെ ഭർത്താവ് വന്ന് വിളിച്ചപ്പോൾ അവൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കണ്ടതല്ലേ. അനുശ്രീയുടെയും അലോകിന്റെയും വിവാഹം നടന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാ നിന്റെയും വിവാഹം നടന്നത്. അപ്പൊ പിന്നെ അനുശ്രീക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാമെങ്കിൽ നിനക്കും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാം, നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ മിത്ര പറയാണ് അല്ലേ ഇളയമ്മയും കൊച്ചച്ഛനും തെറ്റിദ്ധരിച്ചിരിക്കുക. വിവാഹം നടന്നത് ചിലപ്പോൾ അലോകിന്റെ വിവാഹവും എന്റെ വിവാഹവും ഒരേപോലെ ആയിരിക്കും നടന്നത്. പക്ഷെ അത് കഴിഞ്ഞുള്ള ജീവിതം അലോകിന്റെ അനുവിന്റെ ജീവിതം പോലെയല്ല ഞങ്ങളുടേത്. അലോകിനെ പോലെയല്ല എന്റെ ആര്യൻ. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ജീവിച്ചത്. എന്റെ സ്വപ്നങ്ങൾക്കൊക്കെ ആര്യൻ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഭർത്താവ് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം? ആര്യനും ഇവിടെയുള്ള മറ്റുള്ളവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. എന്റെ സ്വന്തം വീടായിട്ടേ ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഞാൻ ഇവിടെ സന്തോഷത്തിലാണ് കഴിയുന്നത്. നമ്മുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞതിലും എത്രയോ ഇരട്ടി സന്തോഷത്തിലാണ് ഈ വീട്ടിൽ കഴിയുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ വിളിച്ചതിലൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ ചെറിയൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഇത്ര ഈ രാജശ്രീയെയും അച്യുതനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം പറയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷേ ഞാൻ മാത്രമായിട്ട് വരില്ല, ആര്യനെയും കൂടെ നിങ്ങൾ വിളിക്കണം. ഞങ്ങളെ 2 പേരെയും കൂടെ സന്തോഷമായിട്ട് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഞങ്ങൾ വരാം, അല്ലാതെ ഞാൻ മാത്രമായിട്ട് വരില്ല എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞ് രാജശ്രീ ഇങ്ങനെ അച്യുതനെ നോക്കുന്നു, അച്യുതൻ രാജശ്രീയെ നോക്കുന്നു. അതേ സമയത്ത് നമ്മുടെ നന്ദിതയ്ക്കും അനന്തനും നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ പ്രതീക്ഷിച്ചതുപോലെ ആര്യനും ഇത്രയും ഒന്നിച്ച് അവരുടെ കൂടെ വരികയാണെങ്കിൽ അത് നന്നായി എന്ന് വിചാരിച്ച് അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ രാജശ്രീയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ. അങ്ങനെ രാജശ്രീ എന്താ മോളെ നീ പറയുന്നത്? നിന്റെ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നീ കള്ളം പറയാണോ ആര്യന്റെ കൂടെ നീ സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന്? നീ ഇവിടെ സന്തോഷത്തിലാണ് കഴിയുന്നത്, ആര്യൻ നിന്നെ നന്നായിട്ടാണ് നോക്കുന്നതെങ്കിൽ അത് ആര്യൻ വന്ന് പറയട്ടെ. ആര്യനെ കാണുന്ന പോലും ഇല്ലല്ലോ. എവിടെ ആര്യൻ? അവനെ വിളിക്ക്, അവൻ വന്ന് പറയട്ടെ നീ ഇവിടുന്ന് പോകണ്ടാന്ന് എന്നൊക്കെ പറയുമ്പോൾ മിത്രയും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ആര്യൻ അങ്ങനെ പറയുമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ മിത്ര ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആര്യനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആര്യൻ അകത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ രാജശ്രീ ആര്യനോട് ചോദിക്കുകയാണ്, ആര്യ, ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനും മിത്രയുടെ ജീവിതം രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നീ അവളെ വിവാഹം കഴിച്ചതെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇപ്പോഴും നിങ്ങൾ ഈ നാടകം തുടർന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം അവസാനിപ്പിച്ച് മിത്രയെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ മിത്രയ്ക്ക് ആകെ പേടിയായിട്ട് വയ്യ. കൂടെ പോവാൻ മിത്രയോട് ആര്യം പറയുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കൂടെ ഗോമതിയും ബാലനും മീനും എല്ലാവരും പറയുന്നുണ്ട് മിത്ര എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ടത് ആര്യനാണ് എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുകയാണ് രാജശ്രീയും അച്യുതനും. അങ്ങനെ നന്ദിതയും അനന്തനും അവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ആര്യൻ മിത്രയോട് പോകണ്ടെന്ന് പറയണം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ആലോചിച്ച് എല്ലാവരെയും ഒന്ന് ടെൻഷൻ ആക്കിയതിന് ശേഷം അവസാനം ആര്യം പറയാണ് മിത്ര എങ്ങോട്ടും വരുന്നില്ല, മിത്ര എൻ്റെ ഭാര്യ, മിത്രയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്, എനിക്ക് ശരിക്കും മിത്ര ഇഷ്ടമായതുകൊണ്ടാണ് എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ മിത്രയ്ക്ക് ഇങ്ങനെ കണ്ണീരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആര്യനെ. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും മിത്ര ഇഷ്ടമാണ്, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾ 2 പേരും ഹാപ്പിയാണ്, അതിനെക്കുറിച്ച് ആരും ടെൻഷൻ ആവണ്ട, മിത്രയെ എന്നിൽ നിന്ന് അകറ്റി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അനന്തനും നന്ദിതയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അങ്ങനെയല്ല ആര്യ, നിങ്ങളെ 2 പേരെയും കൂടെ വിളിക്കാനാ ഞങ്ങൾ വന്നത്, നിങ്ങളെ 2 പേരും ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇപ്പം എന്തായാലും അതൊന്നും വേണ്ട എന്നൊക്കെ ആര്യം പറയാണ് കേട്ടോ. അങ്ങനെ അവർ തിരിച്ചു പോകുന്നുണ്ട്. നന്ദിതയ്ക്കും അനന്തനൊക്കെ ഒരുവിധം സമാധാനമായി. രാജശ്രീക്കും അച്യുതനും ആണെങ്കിൽ പ്ലാൻ മുഴുവൻ തകർന്നതിന്റെ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇന്ദിരാമ്മ ഒന്നുകൂടെ ഗോമതിയെ കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതിന്റെ കാരണം എന്താണെന്ന് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അലോകിന്റെ പേരിലുള്ള ആ കേസാണ് എല്ലാത്തിനും കാരണം. ആ കേസ് പിൻവലിക്കും മോളെ. അലോക് അവിടെ ജയിലിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നാണ് കേട്ടത്. അവന് കൊടുത്ത ശിക്ഷയൊക്കെ ഇത്ര പോരെ, ഇനിയും അവനെയും അവന്റെ അച്ഛനും അമ്മയൊക്കെ ശിക്ഷിക്കണോ എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും, നന്നായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ പറയൂട്ടോ. താങ്ക് യു, ബൈ.